സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ഗ്രേറ്റ് പേഴ്സണാലിറ്റികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ലെ, നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്തും നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഒന്ന് നമിക്കും. അല്ലെ, നമുക്ക് ഒരു നിമിഷം നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒന്ന് നമിക്കാം. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷീബ എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം സ്വദേശിയാണ്. ഈ ബയോട്ടോറിയം എന്ന ഓപ്പർച്യൂണിറ്റി നെഞ്ചോട് ചേർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ഇത് വൃശ്ചികമാസാണ്, തണുത്ത വെളുപ്പാങ്കാലമാണ്. ഈ രാവിലെ തന്നെ അല്ലെ, കിടന്നുറങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. എങ്കിലും ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് കാണുമ്പോൾ, ഈ ബയോട്ടോറിയം എന്ന പേര് കേൾക്കുമ്പോൾ, ഏത് പാതിരക്കാണേലും ഒരു സൂം ലിങ്ക് കാണുമ്പോൾ നമ്മൾ അതിൽ കയറി ഇരിക്കാൻ തയ്യാറാവുന്നു. കാരണം അത് എന്തുകൊണ്ട്? നമ്മളെല്ലാരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് ഈ ബയോട്ടോറിയത്തെ തെരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഇവിടെ ആ ഒരു സമയത്ത് കയറിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തില് ചിന്തിച്ചു നോക്കുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അല്ലെ? പക്ഷെ അതിൽ വിജയിച്ച ആളുകൾ ചുരുക്കമാണ്. കൂടാതെ ഇന്ത്യക്കകത്തായാലും പുറത്തായാലും കേരളത്തിലായാലും കേരളത്തിന്റെ ഉള്ളിൽ 14 ജില്ലകളിലായാലും നമ്മളെല്ലാരും ഈ ഒരു കുടക്കീഴിൽ ഇന്ന് ഈ രാവിലെ സൂം മീറ്റിംഗിൽ കയറിയിരിക്കാൻ നമ്മളെ പ്രാപ്തനാക്കിയ സർവേശ്വരനും, ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്ന സാഗർ ജോഷി സാറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാം, അല്ലെ? അപ്പം നമുക്ക് എല്ലാവർക്കും ഇന്ന് വിജയിക്കണം എന്ന ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ ഒരു സൂമിൽ കയറിയിരിക്കുന്നത്. ആ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച വ്യക്തികളിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ലോകത്തിന്റെ തന്നെ ലീഡറായി മാറിയ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണെന്ന് വെച്ചാല് ഞാൻ ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്താം. കാരണം നമുക്ക് മൈൻഡിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടും നമ്മള് കാഴ്ചവെക്കുന്നത്. ആ പ്രവൃത്തികളും വാക്കുകളുമാണ് നാളത്തെ നമ്മുടെ വിധി നിർണയിക്കുന്നത്, അല്ലെ? ഇന്ന് ലോകത്തിൽ വിജയിച്ച വ്യക്തികളൊക്കെ ആ ഒരു ഉറച്ച ചിന്താഗതിയോടെ, ഉറച്ച മനോഭാവത്തോടെ, പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിച്ചവരാണ്. അത് സ്മാർട്ട് വർക്ക് ആകാം, അല്ലെ ഹെൽത്തി ആയിട്ടുള്ള വർക്കാകാം. എന്തിലായാലും വിജയിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ്. അപ്പം ആ ഒരു ഉറച്ച ചിന്താഗതി, ആ ഒരു ഉറച്ച വിശ്വാസം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഒരു ശില്പി ഒരു ശില്പത്തെ എങ്ങനെ മനോഹരമാക്കി തീർക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ മനോഹരമാക്കി തീർക്കാം, എങ്ങനെ മാറ്റുകൂട്ടാം എന്നതിനെ കുറിച്ച് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നിസ്സാരക്കാരനല്ല, യുവത്വത്തിന്റെ തിളക്കമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചുരുങ്ങിയ കാലയളവിൽ തന്നെ പഠിച്ച ഒരു നല്ല ജോലി നേടി. ആ ജോലിയിൽ ഇരിക്കെ തന്നെ ഇന്നത്തെ ലോകത്തെ ചർച്ചാ വിഷയമായിരിക്കുന്ന മാർക്കറ്റിംഗ് ഫീൽഡ്, അതാണ് എന്റെ കരിയറിന് ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ആ ഒരു അവസരത്തെ ഈ ബയോട്ടോറിയം എന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഏറ്റെടുത്തും കൊണ്ട് അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഗ്രേറ്റ് പേഴ്സണാലിറ്റി തൃപ്പൂണിത്തറ സ്വദേശിയായ ദിനിൽ സാറാണ്. അദ്ദേഹത്തെ നമ്മളൊരു ഓഫ്ലൈൻ മീറ്റിംഗ് ആണെങ്കിൽ ഒരു നിറഞ്ഞ കരഘോഷത്തോടു കൂടിയാണ് നമ്മൾ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ കുറച്ച് പരിമിതികളുണ്ട് ഓൺലൈൻ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഹൃദയപുരസ്കരം ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ദിനിൽ സാർ. താങ്ക് യു സോ മച്ച്. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വാം ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. സോ എന്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ പറയാം. എന്റെ പേര് ദിനിൽ കുമാർ എന്നാണ്. സ്വദേശം കൊട്ടാരക്കരയാണ്. കൊല്ലം കൊട്ടാരക്കര ആണ് എന്റെ സ്ഥലം. സോ ആദ്യം തന്നെ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ നൽകിയ ശിവ മേഡത്തിന് വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. കാരണം അറിയാം, നമുക്ക് ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? അവനവനെ പറ്റിയിട്ട് രണ്ട് വാക്കുകൾ പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ ആൾക്കറിയാം. സോ ഇന്ന് ഏകദേശം ഒരു 109ഓളം ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. സോ ആദ്യം തന്നെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ നിറ പുഞ്ചിരിയാണ്. ഫ്രഷ് മോർണിംഗിൽ നല്ല ചിരിച്ച് നല്ല വൈബ്രന്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇരിക്കുകയാണെങ്കിൽ ആ ദിവസം മൊത്തം നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് ആൾക്കാർ ചിരി അല്പം മങ്ങിയിരിക്കുകയാണ്. ചിരിക്കുക കേട്ടോ, നമ്മൾക്ക് വേണ്ടി ചിരിക്കുക. നമ്മൾക്ക് വേണ്ടി ചിരിക്കുന്ന സമയത്ത് ഇപ്പം രമേശൻ സാർ പറഞ്ഞാൽ ഒരുപാട് ഹോർമോൺസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും.
ആ ഹോർമോൺസിന്റെ ബൂസ്റ്റപ്പ് കാരണം ഒരു ദിവസം മൊത്തവും നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിരിക്കും. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് ഒരു ജോലിയല്ല, ഒരു ബിസിനസ് ആണ്. സെയിം ടൈം ഒരു മെഡിക്കൽ പ്രോജക്റ്റിന്റെ ഒരു പാർട്ടാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ. കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആറ്റിറ്റ്യൂഡ് എന്ത് പറയാനായിട്ടാണല്ലേ. ആറ്റിറ്റ്യൂഡ് എന്താണ് ആക്ച്വലി? ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു കാര്യം ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയൊരു കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറൊന്നുമല്ല, നമ്മളൊരു സിറ്റുവേഷൻ സമയത്ത് നമ്മൾ അവിടെ പെരുമാറുന്ന രീതിയാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ എല്ലാ ആൾക്കാരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അറിയല്ലോ, ഏതൊരു കാര്യത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നെഗറ്റീവ് വിട്ടേരാം, നമുക്ക് നെഗറ്റീവ് വേണ്ടാത്ത കാര്യമല്ലേ. നമ്മൾ വേണ്ടാത്ത കാര്യത്തെ പറ്റി പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ എല്ലാ ആൾക്കാരും മ്യൂട്ട് ആയിരിക്കുകയാണ്. മ്യൂട്ട് ആക്കാത്ത ആൾക്കാർ ദയവായിട്ടൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, അവിടെ ഇരുന്നൊന്ന് കൈയടിച്ചാൽ മതി. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആയിട്ടൊരു മനോഭാവം. കാരണം പ്രത്യേകിച്ച് ഞാനൊരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളല്ല, നമുക്ക് എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ച് വിജയത്തിലേക്ക് കടക്കാൻ കുറച്ച് ടിപ്സുകളും കുറച്ച് കാര്യങ്ങളും രണ്ടു മൂന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻസ്, ഈ മോർണിംഗിലെ ഏറ്റവും വലിയ സെക്ഷൻസ്, ഇപ്പൊ ശിവ മാഡം പറഞ്ഞ പോലെ രാവിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഡിസംബർ മാസം വെച്ചാൽ എല്ലാവർക്കും തണുപ്പുള്ളതും ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. കിടന്നുറങ്ങാൻ ബെസ്റ്റ് സമയമാണ്. സോ ആ സമയത്തും ഓരോരുത്തർക്കും വിജയിക്കണം. നമ്മളിതിലെ ഓരോ ആൾക്കാരും അസോസിയേറ്റ് ചെയ്ത് വന്നത് വിജയിക്കണമെന്നാണ് അല്ലെ. നമ്മൾ ഡ്രീംസിനെയൊക്കെ ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യണം എന്നൊരു അടിയുറച്ച വിശ്വാസത്തിലാണ് എല്ലാ ആൾക്കാരും മുന്നോട്ട് വന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സെഷന്റെ ആദ്യം മുതൽ അവസാനം വരെ ജസ്റ്റ് എല്ലാ ആൾക്കാരും പോസിറ്റീവോടെ ഇരിക്കുന്നിടത്ത് നട്ടെല്ല് നിവർന്നിരുന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ പറയുന്ന കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം. അറിയാലോ, നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ ആ ദിവസം മൊത്തം നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. കേൾക്കുന്ന പോസിറ്റീവ് ആണെങ്കിൽ ആ ദിവസം മൊത്തം നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഡോക്ടേഴ്സ് വരെ പറയുന്നത്, നിങ്ങൾ എണീക്കുന്ന സമയത്ത് ജസ്റ്റ് പതുക്കെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് എണീച്ച് വരിക. അത്തരത്തിലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. സോ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു വ്യക്തി പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോകുമ്പോഴും കോൺഫിഡൻസ്, ആ വ്യക്തിക്ക് വിജയിക്കണം എന്നൊരു കോൺഫിഡൻസ് മനസ്സിൽ ഉറച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഫെയില്യൂർ, അത് പരാജയം എന്ന് മനസ്സിനെ എഴുതി വെക്കാതെ, മനസ്സിനെ ഉൾക്കൊള്ളാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രോജക്റ്റ് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പോകുന്ന സമയത്ത് 10 ആൾക്കാരെ കാണാൻ പോകുന്നു, 10 ആൾക്കാരും കുറെ നെഗറ്റീവ് പറഞ്ഞ് നമുക്ക് തിരിച്ചു തന്നു കിട്ടും. 50 ആൾക്കാരെ പോകുന്ന 50 ആൾക്കാർ നെഗറ്റീവ് എന്ന് തിരിച്ചു വിടും. ബിക്കോസ് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ്, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, തോറ്റു. ഒരു വ്യക്തി തോക്കുന്ന എപ്പോഴെന്നറിയാമോ? തോൽവി എപ്പോഴെന്നറിയാമോ? നമ്മൾ തോൽവി സമ്മതിക്കുമ്പോഴാണ് നമ്മൾ തോൽക്കുന്നത്. അതേവസം ഒരിക്കലും തോൽക്കാറില്ല. ഞാൻ തോറ്റു എന്ന് പറയുമ്പോഴാണ് നമ്മൾ തോൽക്കുന്നത്. പക്ഷേ തോൽവി എന്നൊരു വാക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തോൽക്കത്തില്ല. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവര് പല പല ബിസിനസ്സുകളും പല പല ജോലികളും വീണ്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവരൊരിക്കലും, നമ്മൾ ഒരിക്കലും നിനക്ക് വേറെ ജോലിയില്ലേ, നീ കുറെ ബിസിനസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ നീ കുറെ എക്സാം എഴുതിയല്ലോ, പിന്നെയും തോൽവി പോയിക്കൊണ്ടിരിക്കല്ലേ എന്ന് നമ്മൾ കളിയാക്കാം. പക്ഷെ ആ ഒരു വ്യക്തി നമ്മൾ പറയുന്ന വാക്കുകളും മൈൻഡ് ചെയ്യാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ആ വ്യക്തി ഒരിക്കലും തോൽവി എന്നൊരു കാര്യം മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യില്ല. തോൽവി നമ്മൾ എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നത്. അതുവരെ ഇപ്പൊ ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ, ഒരു ഫാമിലി ബോണസിന് വേണ്ടിയിട്ട് അല്ലെ. ഒരുപാട് സ്ട്രഗിളിങ് ആയിരിക്കും. ഇപ്പം കുറെ ആൾക്കാർ പെട്ടെന്ന് ഫാമിലി ബോണസ് മേടിച്ചു പോകുന്നു. കുറെ ആൾക്കാർ പെട്ടെന്ന് 2-3 ലക്ഷം രൂപ ഒരു മാസം അച്ചീവ് ചെയ്തിട്ട് പോകുന്നു. നമ്മൾക്ക് എന്തുകൊണ്ട് കഴിയത്തില്ലെന്നല്ല അവിടെ ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രയത്നത്തിനും ഒരു ദിവസം ഫലം കാണും എന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം നമ്മൾ ഒരിക്കലും പോകാനായിട്ട്. ഒരു കൊച്ചു കാര്യം പറയാം. ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിളുകൾ വേറെ എങ്ങനെയും പോകണ്ട, മൃഗങ്ങളിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും സിംഹത്തിന് ഇഷ്ടമാണോ? ജസ്റ്റ് തമ്പ് കാണിച്ചാൽ മതി. സിംഹം എന്നൊരു വലിയ ജീവിയെ ഇഷ്ടമാണ് എല്ലാ ആൾക്കാർക്കും അല്ലെ. എന്തുകൊണ്ടാണ്? സിംഹമാണോ ലോകത്ത് കാട്ടിലെ ഏറ്റവും വലിയ ജീവി? ഏറ്റവും ബുദ്ധിമാനായ ജീവി സിംഹമാണോ?
ഏറ്റവും ഉയരമുള്ള ജീവി സിംഹമാണോ? ഏറ്റവും അതിവേഗത്തിൽ കുതിക്കുന്ന ഒരു ജീവി സിംഹമാണോ? പിന്നെ എന്തുകൊണ്ട് കാട്ടിലെ രാജാവ് എന്ന് സിംഹത്തെ വിളിക്കുന്നു? ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഏതൊരു പ്രതിസന്ധി വന്നാലും ഏതൊരു ശത്രു വന്നാലും സിംഹം എന്നൊരു വ്യക്തി അവനാണെങ്കിൽ ആ ശത്രുവിന്റെ മുന്നേ നിൽക്കും. അതുപോലാണ് നമ്മുടെ ആൾക്കാർ. എപ്പോഴൊക്കെ നമുക്ക് നെഗറ്റീവ് വന്നാലും നമ്മൾ നെഗറ്റീവിനെ നമ്മുടെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അറിയാലോ, ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും 100 അതിൽ കൂടുതലും തോൽവികളിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, കുറച്ച് ആൾക്കാരെ കാണുന്നു, അവർ പ്രൊഡക്റ്റ് എടുക്കുന്നില്ല, തോറ്റു, എന്നെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ, ഇതൊന്നും എന്നെ കൊണ്ട് പഠിച്ച പണിയല്ല എന്നാണ് എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നതല്ലേ. സോ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഫലങ്ങൾ എപ്പോഴും ഒരു ദിവസം ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. സോ അതുപോലെ നിങ്ങൾ കഴുകനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരുന്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരുന്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, പരുന്തിനൊരു പ്രത്യേകത ഉണ്ട്. മഴ പെയ്യുന്ന സമയത്ത് എല്ലാ പക്ഷികളും കൂട് അണയാനാണ് ശ്രമിക്കാറുള്ളത്. കൂട്ടിലേക്ക് പോയിട്ട് സേഫ് ആയിട്ട് മക്കളെ നോക്കി ജീവിക്കും. പക്ഷേ പരുന്ത് എന്താണ് ചെയ്യുന്നത്? മേഘങ്ങളുടെ മുകളിലൂടെ പറന്നിട്ട് ഇരയെ തേടുക. ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഏതൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടായാലും, ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് മാസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഫെയിലിയർ ഉണ്ടാവും, ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെ വന്നാൽ പോലും വിജയിക്കണം. ഞാൻ വിജയിച്ചിട്ട് ഇത് പോകുന്നു. ഞാൻ എന്റെ ലീഡേഴ്സിന് അടുത്ത് പറഞ്ഞൊരു കാര്യമുള്ളൂ, എന്തായാലും ജനിച്ചു, 10 ആൾക്കാർ അറിഞ്ഞിട്ട് നമ്മൾ മരിക്കട്ടെ, അല്ലാതെ എവിടെയോ ജനിച്ചു എവിടെയോ മരിച്ചാൽ എന്ത് കാര്യം? വേണ്ട, 10 ആൾക്കാർ ഫേമസ് ആവണല്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വാർഡിലെ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിലെ 10 ആൾക്കാര് ഇന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടല്ലേ. ഇപ്പൊ മനോഹർ എന്നൊരു സാറെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. മനോഹരൻ സാർ ജീവിച്ചിരിപ്പുണ്ടല്ലേ, ആ സാർ ഒരു ബിസിനസ് ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി എന്ന് 10 ആൾക്കാർ പറയട്ടെ. അതാണ്, ദാറ്റ് ഈസ് മീനിങ് ഓഫ് ലൈഫ്. അത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലൈഫിന്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ, അല്ലേ? ഇതൊരിക്കലും ഞാൻ മോട്ടിവേഷൻസ് പറയല്ല. ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറ്റും. ആറ്റിറ്റ്യൂഡിന് എന്ത് പറയുന്നത്, ഈ സെൽഫ് കോൺഫിഡൻസും പേഴ്സണാലിറ്റിയും തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആ ഒരു കണക്ഷനിലൂടെ മാത്രമേ നമുക്ക് ആറ്റിറ്റ്യൂഡ് പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സോ അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിരുന്നിട്ട് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ഏത് ബിസിനസ്സിനും നമുക്ക് മുന്നോട്ട് പോയിട്ട് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 145ഓളം ലീഡേഴ്സ് ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ വ്യക്തി ആരാണ്? നമ്മൾ എടുത്ത വാരി പറയും പൃഥ്വിരാജ്, ഷാരൂഖ് ഖാൻ എന്ന് നമ്മൾ പറയാമല്ലോ, അല്ലേ? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്നുള്ളത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ ഫസ്റ്റ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ ഇഷ്ടപ്പെടണം. അയ്യോ ഞാൻ കറുത്തു പോയി, അയ്യോ എനിക്ക് കളറില്ല, എനിക്ക് കുറച്ച് വണ്ണമായി പോയി, ഇതൊക്കെയാണ് ആൾക്കാരുടെ ഒരു പറയുന്നത്. എനിക്ക് അതില്ല, ഞാൻ വയസ്സായി പോയി, അല്ലെങ്കിൽ എനിക്ക് നീളമില്ല, എനിക്ക് പൊക്കമില്ല, എനിക്ക് വണ്ണമുണ്ട്. ആൾക്കാർ ഉടനെ പെടുന്ന എക്സ്ക്യൂസസ് അതാണ്. ഒരു വ്യക്തി നിങ്ങളോട് വന്ന് പറയാണ്, ചേട്ടനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, അല്ല ചേച്ചി കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ, നമ്മൾ പറയും പിന്നെ നമ്മൾ റിജക്ട് ചെയ്യാണ്. ബിക്കോസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആദ്യം വേണമെങ്കിൽ യു ഷുഡ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ ഇഷ്ടപ്പെടണം. നിങ്ങളുടെ വാക്കുകളെ, നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ ശരീരഘടനയും നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ സക്സസ് നിങ്ങളിലേക്ക് വരത്തുള്ളൂ. അല്ല, ഒരിക്കലും സക്സസ് നമ്മളിലേക്ക് വരില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി. ലോക പ്രശസ്തമായ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. ആ ഫുട്ബോൾ പ്ലെയറിന്റെ അടുത്ത് ഒരു മീഡിയ ഒരു വലിയൊരു ഒരു ഫുട്ബോൾ കളി കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു മീഡിയയിൽ ഒരു വ്യക്തി വന്ന റൊണാൾഡോയോട് ചോദിക്കണം, സാർ ആരാണ് ഏറ്റവും നല്ല പ്ലെയർ എന്ന് നോക്കിയാൽ സാറിന്റെ അഭിപ്രായത്തിൽ? റൊണാൾഡോ പറഞ്ഞ ഒറ്റ വാക്കുമല്ല, ഐ ആം വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇതിൽ എത്ര പേര് പറയും? ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ലീഡർ ആരാ ഈ പൈറ്റത്തില്? അത് ഇല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന 2 ലക്ഷം മേടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ 3 ലക്ഷം മേടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം മേടിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, എനിക്ക് അത്രയും ക്വാളിറ്റി ഒന്നുമില്ല? ബിക്കോസ് നിങ്ങൾ എന്ന് നിങ്ങളെ താഴ്ത്തി പറയുന്നു, അന്ന് മുതൽ നിങ്ങളുടെ പതനം ആരംഭിക്കുകയായി. നിങ്ങൾ എന്ന് നിങ്ങളെ പറ്റിയിട്ട് ഞാനാണ്,
അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറയുന്നു, അന്നേരം വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ഈ സക്സസ് ആയ വ്യക്തികൾ എപ്പോഴും ചിന്തയും അതായിരിക്കും. ആ ചിന്ത വേണം 151 പേർക്കും, എന്നാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇതാണ് വിജയത്തിന്റെ ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞത്. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക. നിങ്ങൾ കണ്ണാടി നോക്കി ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല എത്ര പേര് ചെയ്യുന്നുള്ള കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണാടി നോക്കിയിട്ട് പറയാം, നിന്നെ കൊണ്ട് കഴിയും, യു ആർ എന്ന് പറയാം, യു ക്യാൻ ഡു ദാറ്റ് എവറിഥിങ്. നിന്നെ കൊണ്ട് കഴിയും, നീ സുന്ദരനാടാ, നീ അടിപൊളിയാടാ എന്ന് മനസ്സിലോട്ട് മിററെ നോക്കി പറയുകയാണെങ്കിൽ സൈക്കോളജി പ്രകാരം നമ്മൾക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അത്രത്തോളം ബൂസ്റ്റപ്പ്, നമ്മൾ സെൽഫ് മോട്ടിവ്. ഒരു കാര്യമുണ്ട്, ലൈഫിൽ എത്ര ആൾക്കാർ വന്നാലും നമ്മൾ നമുക്ക് കൊടുക്കുന്ന സെൽഫ് മോട്ടിവേഷനേക്കാളും വേറൊന്നും ലോകത്തില്ല. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ സമയത്തും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും. ഇതിൽ പല ആൾക്കാർക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കാർ ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കണികൾ എവിടെയൊക്കെയോ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരെല്ലാം എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും. കടക്കാർക്ക് നാളെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് പൈസ സെറ്റായില്ല, അങ്ങനെ എന്തെല്ലാം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ. അത് നിങ്ങളുള്ള ഒരു ചെറിയൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു സിമ്പിൾ ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്നത്, തോൽവി എന്നുള്ളത് ഒരിക്കലും മനസ്സിൽ എഴുതി വെക്കരുത്. ഞാൻ തോറ്റു, എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ എന്നാണ് കഴിയും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിക്കുന്നത്, അന്ന് മുതലേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അതുവരെ എന്താണ് കഴിയില്ല. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിൽ എന്ത് നമ്മൾ എഴുതി വെക്കുന്നു, അതായിരിക്കും സത്യമായിട്ട് പ്രവർത്തികളിൽ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇന്ന് മുതൽ എന്നെ കൊണ്ട് കഴിയും, എനിക്ക് വയസ്സായിക്കോട്ടെ എന്തായിക്കോട്ടെ എന്നെ കൊണ്ട് കഴിയും എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. ഞാൻ കുറച്ച് സിംഹത്തിന്റെ കാര്യം, ഏതൊരു ശത്രു മുന്നിൽ വന്നാലും സിംഹം എന്താണ്, അതുപോലെ നിൽക്കും, എനിക്ക് നേരിടണം തയ്യാറുണ്ട്. അതൊരു സിംഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, പറയാൻ എന്താണെന്ന്. ഇപ്പം ജിയോഗ്രഫിയിൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, കുറെ പശുക്കൾ നിൽക്കുകയാണ്. പശുക്കൾ നിൽക്കുന്ന സമയത്ത് സിംഹം പതുകി ഇരുന്നിട്ട് ഒരു പശുവിനെ മാത്രം നോക്കുകയാണ്. സോ അതിനെയാണ് തിന്നേണ്ടത്, അതിനെ ആഹാരമാക്കേണ്ടത്. ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എത്ര പശുക്കൾ മുന്നോട്ടും വന്നാൽ പോലും സിംഹം നോക്കുന്ന ആ ഒരു പശുവിനെ മാത്രമായിരിക്കും. ബിക്കോസ് യുവർ ഫോക്കസ് ഈസ് സക്സസിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും, വേറെ ഒന്നിനും ഫോക്കസ് ചെയ്യരുത്. അറിയാലോ, പ്രത്യേകിച്ച് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാരെ പല വാക്കുകൾ കേൾക്കേണ്ടി വരും. പിന്നെ നീ ഞങ്ങൾ കോടീശ്വരനുണ്ടാവും, അല്ലെങ്കിൽ പല വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. സോ ഇത്തരത്തിൽ വാക്കുകൾ കേട്ടാലും നമ്മുടെ ഫോക്കസ് സക്സസിലേക്ക് മാത്രമാകാം. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് വൈബോട് വേണം നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട്. എന്നാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ വിജയിക്കേണ്ട വേറെ ഏറ്റവും നല്ല പോസിറ്റീവ് വരുന്നിട്ട് അവർക്കൊരു ഫോക്കസ് ഉണ്ട്, അവർക്കൊരു എയിം ഉണ്ടാവും. ഇതിൽ എത്ര ആൾക്കാർക്ക് നല്ലൊരു എയിം ഉണ്ട്? നമ്മളെ ജീവിതത്തിലെ പല ഭാവങ്ങളിലും തോറ്റു പോകുന്നതെന്നറിയാമോ? പ്രത്യേകിച്ച് എയിം ഒന്നുമില്ല. മേഡം എന്തിനാ ഇതിനകത്ത് വന്നത്? അല്ല സാർ എന്താ, എനിക്കൊരു വീട് വെക്കണം. എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കണം, എന്ന് വീട് വെക്കണം, കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്തിനും. എന്നാൽ മാത്രമേ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഈ ബുക്ക് നേടിയെടുക്കണം, എനിക്ക് ഈ ബുക്ക് വേണം, ഈ ബുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ബുക്കാണ്, എത്ര രൂപയാണ്, എനിക്ക് വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാൽ മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം, അതിനെതിരെ ഫോക്കസ് വേണം. എനിക്ക് 2028 5 കോടി രൂപ വേണം, എന്ത് ഡേറ്റില്, ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ പ്രോജക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമാണ്, ഇത്രയും വിലയുള്ള പ്രോഡക്റ്റ് ആരാ മേടിക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് മുമ്പ് വരെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഈ ഒരു പ്രോജക്റ്റ് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാം ചിന്തിക്കാനുള്ളത്, ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, അതാണ്. പക്ഷെ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ പല നെഗറ്റീവ് കേൾക്കും. ഇത്രയും വലിയുള്ള പ്രോഡക്റ്റ് ആരെ മേടിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി നമ്മളും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ശ്രമങ്ങൾ എപ്പോ ഉപേക്ഷിക്കുന്നു അന്നോട്ട് ഫെയിലിയർ നമ്മളെ ടച്ച് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും നെവർ എവർ ഗിവ് അപ്പ് യുവർ ആ ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുക. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഡെയിലി റിസൾട്ട് ഒരു ദിവസം വരും. ഇപ്പൊ ഒരു വ്യക്തി
ഒരു വ്യക്തി ഈ ഒരു പ്രോജക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെയിലി വർക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഒരെണ്ണം ഒരു മാസം എത്ര വർക്ക് കൊടുത്തിട്ടും ക്ലോസിങ് ആവുന്നില്ല. പക്ഷേ ഓർക്കുക, അത്രയും ആ ഒരു മാസം ചെയ്ത വർക്കിന്റെ റിസൾട്ട് കിട്ടുന്നത് അടുത്ത മാസമായിരിക്കും. എല്ലാവരും ഒരുമിച്ച് വരുന്നതായിരിക്കും. നമ്മൾ പറയത്തില്ലേ മഹാലക്ഷ്മി ഓട്ടോ പിടിച്ച് വരും എന്ന് പറയത്തില്ലേ, അത് ഒരുമിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വ്യക്തികളിലായിരിക്കും ഏറ്റവും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അതിൽ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക. ഇതിലിരിക്കുന്ന 164 പേർക്കും സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ആൾക്കാരാണ്. പണ്ട് പറയത്തില്ലേ, കസ്തൂരിമാന്റെ കഥ കേട്ടിട്ടുണ്ടോ? കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്ന കസ്തൂരിമാനിൽ നിന്നാണ്. പക്ഷെ ഈ മണം കേട്ടിട്ട് കസ്തൂരിമാൻ തെരഞ്ഞു നടക്കുകയാണ് എവിടെയാണ് കസ്തൂരി എന്ന് പറയുന്ന ആൾക്കാരായി മാറരുത് നമ്മൾ ആൾക്കാരും. ബിക്കോസ് നിങ്ങളുടെ കഴിവുകൾ അറിയാലോ, എല്ലാ ആൾക്കാരും വ്യത്യസ്തരാണ്. വ്യത്യസ്തരാണ്. ഇപ്പൊ ഒരാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഒരാൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാം, ഒരാൾക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാം, ഒരാൾക്ക് നന്നായിട്ട് സെയിൽ എടുക്കാൻ അറിയാം, ഒരാൾക്ക് സ്പോട്ട് ക്ലോസിംഗ് അറിയാം. ബിക്കോസ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാം. അതിന് പല അവസരം ദൈവം തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. ചിലപ്പം ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന വ്യക്തി അമിത എന്നൊരു മേഡം ഞാൻ കാണാറുണ്ട്. സോ അമിത മേഡം ഒരു സമയത്ത് മേഡം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ കാണുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പെട്ടെന്ന് ആ വ്യക്തി ക്ലോസിംഗ് ആവുന്നു. അന്നേരം മേഡം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് സ്വന്തം അറിവ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ വ്യക്തിയെ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയുമ്പോൾ മേഡം തിരിച്ചറിയുക, മേഡത്തിന് ക്ലോസിങ്ങിനുള്ള കഴിവ് ഉണ്ട്. നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുക, നമുക്ക് എന്തുകൊണ്ട് ആ വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല എന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. സെൽഫ് അനലൈസിങ്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ശ്രമങ്ങൾ ഉപേക്ഷിക്കാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവിടെ ഉടലെടുക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സണാലിറ്റി ഇൻ ഈ ബയോറ്റോറിയം എന്ന് ചിന്തിക്കുക. അതങ്ങ് അഹങ്കാരമായി പറഞ്ഞു ഞാൻ എല്ലാമാണ് എന്നുള്ള അഹങ്കാരമല്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മളെ കൊണ്ട് കഴിയാത്ത ലോകത്തൊന്നുമില്ല. അറിയാം, ലോകം ഇത്രയും സൃഷ്ടിച്ചിരിക്കും. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഓരോ ഇരിക്കുന്ന ആൾക്കാരും. ഏകദേശം 170ഓളം ആൾക്കാർ പറ്റില്ല എന്നുള്ള കാര്യം ഒരുപാട് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഏതൊരു ഇൻഡസ്ട്രി വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ബയോറ്റോറിയം പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രൊഡക്റ്റ് മേടിക്കുക, ജോയിൻ ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും 2-3 ലക്ഷം രൂപ ഏറ്റവും നല്ല ഏണിംഗ് എടുക്കണമെങ്കിൽ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. നമുക്കൊരു ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഏതൊരു മേഖലയിലും കടന്നെല്ലാം പെട്ടെന്ന് പറ്റും. പക്ഷെ ആ മേഖലയിൽ നിന്നുകൊണ്ട് അവനവന്റെ വാല്യൂ കൂട്ടി നല്ലൊരു ലീഡറായി അല്ലെങ്കിൽ നല്ലൊരു ഏണിംഗ് എടുത്തൊരു വ്യക്തി ആവണമെങ്കിൽ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. അതിനുവേണ്ടി നമ്മളൊന്ന് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ ചിലപ്പം പണ്ട് നമുക്ക് ഷോർട്ട് ടെമ്പേർഡ് ആക്കുന്ന വ്യക്തിയായിരിക്കും, പണ്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും പേടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റി വെക്കണം. നമ്മൾക്ക് പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം അറിയാലോ, ബിസിനസ് മേഖലയാണ്. ഒരു ജോലിയാണെങ്കിൽ ഒരു വ്യക്തി ഇപ്പൊ എനിക്കൊരു ജോലി എന്നാൽ ഞാൻ ആ ജോലിയെല്ലാം ചേർത്തു വെച്ചു, ഓഫീസിൽ നിന്ന് പോന്നു, മാസ ശമ്പളം കിട്ടുന്നു. പക്ഷെ ബിസിനസ് മേഖലയാകുമ്പോൾ പ്രത്യേകിച്ച് ഡയറക്ട് മാർക്കറ്റ് ഇൻഡസ്ട്രി ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇത് ടീം വർക്കാണ്. ടീം വർക്ക് ആവുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയാലും ചിലപ്പോൾ മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഇതൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പറഞ്ഞെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു വൈബ്രേഷനോട് കൂടെ നമുക്ക് ഇരിക്കാനായിട്ട്. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ താങ്ക്സ് പറയാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ മാത്രമേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചില എന്താ പറയുക ടീമുകളിലും ചില ഇതിൽ കണ്ടിട്ടുണ്ട്, ഒരു ഡൗൺലൈൻ അല്ലെങ്കിൽ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി സംശയം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ആ വ്യക്തിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും 2-3 വട്ടം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ലീഡേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ ക്ഷമയോടുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പഠിക്കുക, ഓരോ കാര്യങ്ങൾ പഠിച്ച് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുക. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവത്തോട് തീർച്ചയായിട്ടും മുന്നോട്ട് പോയാൽ മാത്രമേ തീർച്ചയായിട്ടും മുന്നോട്ട് എത്തത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഷേഖ റൗളിംഗ് എന്നൊരു ഒരു ലേഡിയുണ്ട്, ലോകത്തെ പ്രശസ്തമായ ഒരു ലേഡിയാണ്. ഓക്കെ, ആ ലേഡിയുടെ ഏകദേശം 17ാമത്തെ വയസ്സിൽ കോളേജിൽ നിന്ന് പുറത്താക്കി, പൈസ ഇല്ലാത്ത കോളേജിൽ പുറത്താക്കി. 24ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ ക്യാൻസർ മൂലം മരിച്ചു. 28ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചപ്പോൾ അതിന് ഒരുപാട് ദുരിതങ്ങളും പേറി
തീർച്ചയായിട്ടും 28ാം മാസത്തിൽ ഡിവോഴ്സ് ആയി. 32 വയസ്സ് മുതൽ ആ ഒരു വ്യക്തി നല്ല നല്ല പുസ്തകങ്ങൾ എഴുതി തുടങ്ങി. പക്ഷെ ഓർക്കുക, ആ വ്യക്തിയുടെ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൺകുട്ടിക്ക് അറിയാലോ, ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് ഏകദേശം ആൾക്കാർക്ക് അറിയാം. സോ അതിലേക്കാൾ മോർ ഡിഫിക്കൽട്ട് ആണ്. കാരണം നല്ലൊരു ഫുഡ് ഇല്ല, ഉടുക്കാൻ വസ്ത്രങ്ങളില്ല, അത്ര സ്ട്രഗിളിങ്, തെരുവിലൂടെയാണ് വളർന്നത്. ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പല പല പുസ്തകങ്ങൾ, അതൊരു വലിയൊരു ഹാബിറ്റാണ്. ആ പെൺകുട്ടിയുടെ വലിയ ഹാബിറ്റാണ് പുസ്തകങ്ങൾ എഴുതുക. പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഏകദേശം ഒരു 5ഓളം പുസ്തകങ്ങൾ ആ വ്യക്തി എഴുതി, 5-6ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ട് പല ആൾക്കാരിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഇതൊന്ന് പബ്ലിഷ് ചെയ്യോ, ഇതൊന്ന് പബ്ലിഷ് ചെയ്യോ. ഒരു മനുഷ്യൻ, ലോകത്തെ ഒറ്റ മനുഷ്യരും, ആ രാജ്യത്തെ ഒരു ഒറ്റ മനുഷ്യർ പോലും ആ പെൺകുട്ടി സപ്പോർട്ട് ചെയ്തില്ല പബ്ലിഷ് ചെയ്യാൻ, സ്വന്തം പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ആ പെൺകുട്ടി അയ്യോ എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തില്ല. വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പല ആൾക്കാരെ പോയി കണ്ടിരുന്നു പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു സാഹിത്യകാരൻ മുന്നോട്ട് വരികയും ആ ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ബുക്കാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്, ഹാരി പോട്ടർ എന്ന ബുക്ക്. എല്ലാവർക്കും അറിയാലോ. അതിലെ കഥാപാത്രങ്ങളും ആ ബുക്സുകളും ആ ഒരു സ്റ്റോറി നമുക്കെല്ലാം നെഞ്ചോടെ എടുത്തുന്ന ഓരോ വ്യക്തികളും ലോകത്തുണ്ട്. അതിനൊരു മോറൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും സൂയിസൈഡ് ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് ബുക്കുകൾ എഴുതി പല ആൾക്കാരിലേക്ക് കൊണ്ടുകൊടുത്തു. അതെന്ന് വെച്ചാല് പല ആൾക്കാരെങ്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ ഇന്ന് കൊണ്ടുകൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ആ വ്യക്തി തളർന്നില്ല. ഫൈനലി ആ വ്യക്തിക്ക് അത്രയും നാളും ആ 32 വർഷം ഉണ്ടായ ആ റിസൾട്ടാണ് അവസാനം ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തും ലോക പ്രശസ്തിയിലേക്ക് മാറിയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ ആൾക്കാരും. നമ്മുടെ വർക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ വർക്കുകൾ എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ റിസൾട്ട് എന്നായാലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത്. അത്തരത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ, ഞാൻ അടിവരയിട്ട് പറയാണ്, സക്സസ് നമ്മളെ ഓരോരുത്തരും തേടി വരണമെങ്കിൽ സക്സസിന് എന്ത് ചെയ്യണം അത് നമുക്ക് ചെയ്തു കൊടുക്കുക. എന്നാൽ മാത്രമേ സക്സസ് നമ്മളിലേക്ക് തേടി വരത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഇരിക്കുക. ഇപ്പോഴും ഞാൻ പറയാം, എന്ന് മുതൽ നിങ്ങളിൽ വിശ്വസിക്കുന്നോ അന്ന് മുതലാണ് നിങ്ങൾക്ക് വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ലീഡേഴ്സിന്റെ പറയണം, 132 ഏകദേശം 142 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് കുറച്ച് പേര് മാത്രം ബിസിനസ് ചെയ്ത് ഏറ്റവും വലിയ പണക്കാരനായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്? മുകേഷ് അംബാനി, ടാറ്റ, അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ മാത്രം എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് വലിയ നല്ല ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീഡം എടുക്കുന്നു? ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ലോകത്തെ എത്ര വല്ല വ്യക്തി എടുത്തു നോക്കിയോ, ഏതൊരു കോടീശ്വരനെ എടുത്തു നോക്കിയാലും അവര് പണ്ടേ കുടുംബപരമായിട്ട് കോടീശ്വരായ ആ വ്യക്തികളല്ല. അവര് ഓരോ സ്ട്രഗിളിങ്ങിലൂടെയും വന്നൊരു വ്യക്തിയാണത്. ജാക്മ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഫേമസ് ഉള്ള കൊമേഴ്സിന്റെ ഒരു ഉടമയാണ്. ഏകദേശം 110ഓളം ബിസിനസ് ചെയ്തു, എന്നിട്ട് ഫെയിലിയർ ആയിട്ടില്ല. പിന്നെയും വിജയിക്കണം എന്ന രീതിയിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്, അങ്ങനെയാണ് ലോകപ്രസിദ്ധമായ ആ ഒരു വ്യക്തി ഉടലെടുത്തത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഇതിലിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നല്ല അടിപൊളി ബിസിനസ്മാൻമാരുണ്ട്. സോ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞ് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ സുനിശ്ചിതമായിരിക്കും. ഇത് എത്ര പേർക്ക് വിജയിക്കണം? രണ്ടാൾക്ക്. ഇനി 2 ആള് കണ്ടിട്ടുണ്ട്, 2 ആള് മാത്രമേ കൈവെക്കുള്ളൂ. ബാക്കി ആൾക്കാർക്ക് വിജയിക്കണ്ടേ? നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ടേ? വിജയിക്കണം വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, നമുക്കെല്ലാ രാജ്യങ്ങളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ കൊണ്ടുപോവുക നമ്മള്. സോ അത്തരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അടിയറച്ച് പറയാം, എന്നാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ കഴിവിനെയും നമ്മൾ എന്ന് നല്ലൊരു വിശ്വാസം ഉണ്ടാവും, അന്ന് തൊട്ട് മാത്രമേ വിജയം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ആദ്യം ഇന്ന് ചെയ്യേണ്ടത്, ഇന്നലത്തെ കാര്യങ്ങൾ വിടും, പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്, അതൊക്കെ പോയി. ഇന്ന് മുതൽ പ്രസന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കുക, ഇനി ലോകത്തിന് എത്ര ആൾക്കാർ വന്നാലും ഇത്രയും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്റെ ലൈഫ് തൊട്ട് ഞാൻ പറയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബൈറ്റോറി എന്നുള്ള ഗ്രേറ്റ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോഴും പറയാണ്, രത്നങ്ങൾ കൈ കിട്ടിയിട്ട് വീണ്ടും രത്നങ്ങൾ തപ്പി പോകരുത്. സോ ആ ഒരു പ്രോജക്റ്റിനെ നമ്മൾ നെഞ്ചോടെ ഏറ്റെടുത്ത് 2 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഞാൻ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്ത് പോവല്ല, 2 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഒരു വ്യക്തിയുടെ ലൈഫ് ഹെൽത്ത് സെക്യൂർ ആക്കാൻ പറ്റും, സെയിം ടൈം നമുക്ക് വരുമാനം, ഹെൽത്തും വെൽത്തും കമ്പൈൻ ചെയ്തൊരു പ്രോജക്റ്റ് ആണിത്. സോ അത് ഈ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ആൾക്കാരും സന്തോഷത്തോടെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയി വർക്ക് എടുക്കുക കേട്ടോ. റിസൾട്ട് നോക്കണ്ട,
റിസൾട്ട് നോക്കിയേ വേണം. നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് പോയി, ആ ഒരു പോസിറ്റീവ് ആയിട്ട് എന്ന് വർക്കിന് പോകുമ്പോഴേ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് ഇന്ന് നിന്റെ ഡേ ആയിരിക്കും, അല്ലെ യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവുക. പല ആൾക്കാരും പണ്ട് കുതിരകളെ കണ്ടിട്ടുണ്ടോ? കുതിരകൾക്ക് രണ്ട് സൈഡ് ഒരു മറ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇത് നേരെ സഞ്ചരിക്കാൻ വേണ്ടി. അതുപോലെ പോവുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പോട്ടെ, അവര് അറിയാലോ, നമ്മുടെ ലൈഫിൽ എത്രയോ ആൾക്കാർ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ പോയാൽ മതി. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒന്നും നമുക്ക് കൊണ്ടുതരില്ല. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമുക്ക് ഒന്നും കൊണ്ടുതരില്ല, കുറച്ച് നെഗറ്റീവ് വേർഡ്സ് മാത്രം കൊണ്ടുതരും. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനില്ല. സോ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഫോക്കസ് നമുക്ക് ഈ ബൈറ്റിൽ. ഇതിൽ ഓരോ ആൾക്കാരും ഇന്ന് തീരുമാനമെടുക്കുക, എന്റെ പേരിൽ വേണം നാളെ ഈ ബൈറ്റ് വരുന്ന പ്രോജക്റ്റ് അറിയപ്പെടാനായിട്ട്. ഒരു ലേഡി ആയിക്കോട്ടെ, ഒരു മെൻ ആയിക്കോട്ടെ, ആളുടെ അറിയപ്പെടാൻ എന്റെ പേരിൽ വേണം ഈ പ്രോജക്റ്റ് അറിയപ്പെടാൻ. അല്ല, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുത്ത് മുന്നോട്ട് പോകാൻ ഈ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയെ തീരാം. ഒരു കൊച്ചു ടിപ്പ് പറഞ്ഞുതരാം പോസിറ്റീവ് ആറ്റിനെ കുറിച്ചുള്ള. എല്ലാ വ്യക്തികളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പ്രയോഗിച്ച് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. ഫേസ്ബുക്കിൽ കാണുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ഒരു പിക്ചർ, ഹാപ്പി ബർത്ത്ഡേ എന്നൊരു പിക്ചർ നമ്മൾ ഇട്ടിരിക്കുകയാണ്, ഒരു വ്യക്തി ഇട്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഇടുന്നത് എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാം. ഇപ്പൊ മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. എല്ലാവരും ഇടുന്നത് എന്താണ്? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആവുന്നത്. ഇപ്പൊ പറയില്ല, ഒരു വ്യക്തി ഇതിൽ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി പ്രസന്റേഷൻ ചെയ്യുന്ന വ്യക്തി കൃത്യമായിട്ട് സ്ലൈഡുകളോട് പറഞ്ഞു പോവുകയാണ്. നോർമലി എല്ലാ സ്ലൈഡുകളും കറക്റ്റ് പറഞ്ഞു പോകണം. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഒരു വ്യക്തിയുടെ ഒരിക്കലും വാക്കുകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മുടെ ശൈലിയിൽ വേണം എന്ത് നമ്മൾ മുന്നോട്ട് നയിക്കാനായിട്ട്. എന്നാൽ മാത്രമേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മൾ വിചാരിക്കുന്നത് അവർ വ്യത്യസ്തമല്ല. അവർ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പോസിറ്റീവ് ആൾക്കാർ. അത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഇപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞാല് എല്ലാ ആൾക്കാരും ഇപ്പം ഒരു കുട്ടി വിജയിച്ചു, ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടി എന്നൊരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇടുകയാണ്. നമ്മുടെ സുഹൃത്തിന്റെ മോളാണ് അല്ലെങ്കിൽ സുഹൃത്താണത്. ആ സമയത്ത് നമ്മളെല്ലാം ഇടുന്നത് എന്താണ്? ഓ കൺഗ്രാജുലേഷൻ ഇടുകാറുണ്ട്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓൾ ദി ബെസ്റ്റ്, അല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന വേറൊരു ക്യാപ്ഷൻ ഇടുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവിടെ തൊട്ട് മാറാൻ തുടങ്ങുകയാണ് നമ്മൾ. സോ അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പിറവിയെടുക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രിക്ക് ചെയ്ത് നോക്കി. 2 ട്രിക്ക്. ഒന്ന്, ഏതൊരു വർക്കിന് പോയാലും മിററിൽ നോക്കി, കണ്ണാടി നോക്കി പറയാ നിങ്ങളെ കൊണ്ട് കഴിയും, യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് പോവുക. രണ്ടാമത്, കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിനും അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് പുതിയൊരു വ്യക്തിയായി തീരുന്നതായിരിക്കും. സോ മാറ്റങ്ങൾ എല്ലാത്തിനും അനിവാര്യമാണ്. ഇപ്പം ഞാൻ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ലോക പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്റെ ഫേവറേറ്റ് ഒരു വ്യക്തിയാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേറ്ററോടാണ് എന്റെ. സാർ പറഞ്ഞൊരു കാര്യമുള്ളൂ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ ഇത് നിർണ്ണയിക്കും നിങ്ങളുടെ ഉയരങ്ങൾ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും വിജയങ്ങളും ഉയരങ്ങളും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും പോസിറ്റീവ് ആയിട്ടോടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് ഇരിക്കുക. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് വിജയിച്ചേ പറ്റൂ. ഞാൻ ഇറങ്ങി എന്റെ സമയം ചെലവഴിച്ച് ഞാനൊരു പ്രോജക്റ്റ് അസോസിയേറ്റ് ആയ സമയത്ത് എനിക്ക് വിജയിച്ചേ പറ്റത്തുള്ളൂ. എന്റെ സമയത്തിന് വില കൽപ്പിച്ച്, അല്ലെങ്കിൽ എന്റെ സമയം തീർച്ചയായിട്ടും സമയം കൊടുത്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ക്യാഷ് മേടിക്കണം, അല്ലെങ്കിൽ സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ്, എനിക്ക് സമയം പാഴാക്കാനില്ല എന്ന ചിന്താഗതിയോടെ ഇറങ്ങിത്തിരിക്കുക, വിജയിച്ച് എല്ലാ ആൾക്കാരും മുന്നിട്ടിടുക. അതിൽ 183 പേർക്കും ഈ രാവിലെ ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ കൊച്ചു എന്റെ ക്ലാസ്സിൽ ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാക്ക്. എനിക്കല്ല, നമുക്ക് ഓരോരുത്തർക്കും ബിസിനസ്മാൻമാരും ഒന്നത്തെ മില്യനെയറുമായി തീരാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമ്മൾ പൊളിക്കാം, സൂപ്പർ ആക്കാം. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ ടെമ്പററി ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് ഇനിയും കാണാം. ദിസ് ഇസ് ദിൽകുമാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അല്ലെ, നമുക്ക് രാവിലെ തന്നെ അല്ലെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ദിനിൽ സാറ് കുറച്ച് കാര്യങ്ങൾ അല്ലെ, വലിയ കാര്യങ്ങളാണ്, പക്ഷെ ഏറ്റവും സിമ്പിളായ രീതിയിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു സാർ.
ഇനിയും ഇതേപോലെ കുറെ ചിന്താഗതിയെ കുറിച്ച് അല്ലെങ്കിൽ മനോഭാവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സാറിന് അറിയാം. പക്ഷെ അതൊന്നും സാർ ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളാണ്. എന്തിനായാലും താങ്ക് യു സാർ. ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലേക്ക് വന്ന് അപ്പോ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വന്ന് ഈ ബയോട്ടോറിയം നെഞ്ചോട് ചേർത്ത് ചെയ്ത് അതിൽ വിജയക്കൊടി പാറിച്ച് 10 മാസം കൊണ്ട് 1 കോടി രൂപ വിൻ ചെയ്ത് ഇന്ന് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ വാങ്ങിവെക്കുന്ന ബഹുമാനവും സ്നേഹവും അതേപോലെ തന്നെ ക്യാഷും കൂടുതൽ നേടിക്കൊണ്ട് നമുക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തന്നെ സാരഥിയായിക്കൊണ്ട് നമുക്ക് ഈ ബയോട്ടോറിയം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നതിന് മാർഗദർശിനിയായിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയ തൃപ്പൂണിത്തറ സ്വദേശി മനോജ് സാറിനെ കൺക്ലൂഡ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപരസ്പരം ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ മനോജ് സാർ, വെൽക്കം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദിനിൽ സാറാണ് നമ്മളായിട്ട് സംബന്ധിച്ചത്. അദ്ദേഹം പരിചയപ്പെടുത്തി. കൊട്ടാരക്കര സ്വദേശിയാണ്. തന്റെ പ്രൊഫഷൻ ഉപേക്ഷിച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ, ജീവിതം ആസ്വദിക്കണമെങ്കിൽ, ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും സമാധാനവും നമ്മൾ നേടുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാൻ, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഉള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫുൾ ടൈം പ്രവർത്തകനായി ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ദിനിൽ സാർ. അദ്ദേഹം എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഓടിയെത്താറുണ്ട്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു. നല്ലൊരു ഭാവിയുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം. അതിന് അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്. അത് വേണ്ട രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിനുക്കി തേച്ചെടുക്കണം. അപ്പോ ഭാവിയിൽ നല്ലൊരു ട്രെയിനറായിട്ട് മാറും. ഭാവിയിൽ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഒരു വലിയ അച്ചീവറായിട്ട് മാറും. ഒരു കോടീശ്വര പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ അധിക സമയമൊന്നും വേണ്ട. ആ രീതിയിലുള്ള ഒരു നല്ല ഇന്ധനം അദ്ദേഹത്തിനുണ്ട്. ആ ഇന്ധനത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ സക്സസിലേക്ക് നമ്മളെ നയിക്കുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ 3-4 അക്ഷരങ്ങളാണ് അല്ലേ? ഈ 3-4 അക്ഷരങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. മനോഭാവമാണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചത്. കാട്ടിലെ രാജാവ്, നമ്മളെപ്പോഴും എല്ലാ ട്രെയിനിങ്ങിലും പറയും പോലെ സിംഹമൊന്നും അല്ല. അതിനേക്കാൾ കഴിവുള്ള, പൊക്കമുള്ള, ഉയരമുള്ള മൃഗങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അവരെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞാനാണ് രാജാവ് അല്ലെ എന്ന ഒരു മനോഭാവം ആ സിംഹത്തിനുള്ളിൽ വന്നപ്പോഴാണ് സിംഹത്തിനെ എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോ സിംഹങ്ങളുണ്ട് പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ എപ്പോഴും പൂച്ചക്കുട്ടികളായിട്ട് നടക്കരുത്, മനസ്സിലായ? പുലിക്കുട്ടികളായിട്ട് മാറണം. അപ്പോ നിങ്ങൾ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹത്തെ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്, യു ആർ ദ അച്ചീവേഴ്സ്. ആ സമയം മുതൽ നിങ്ങൾ അച്ചീവറായിട്ട് മാറുന്നുള്ളതാണ്. അതിനെ കനൽ കൊണ്ട് മൂടി വെക്കുകയാണ്, എല്ലാവരും ചാരം കൊണ്ട് മൂടി വെക്കുകയാണ്. അതിനെ പുറത്തേക്ക് എടുക്കണം. എല്ലാവർക്കും സ്വതസിദ്ധമായ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ഒരാളും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം അല്ലെ? ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഈ ലോകത്തിലെ നമ്പർ 1 എന്ന് ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എപ്പോഴാണോ അവിടെയാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്. ഐ ആം ദ ബെസ്റ്റ്, മനസ്സിലായ? സോറി, അവിടെയാണ് വിജയം തുടങ്ങുന്നത്. എനിക്കൊന്നും പറ്റൂല, എനിക്കൊന്നും സാധിക്കില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇല്ലേ അവർക്കൊക്കെ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആണ് നമ്മൾ വീണ്ടും 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 നമ്മുടെ ഗ്രാഫ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് സാധിക്കും എന്നുള്ളത് അല്ലെ, ഞാൻ നമ്പർ 1 ആണ്, ഞാൻ പുലിയാണ്, ഞാൻ പുപ്പുലിയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴൊക്കെയാണോ നിങ്ങൾ എന്താ എന്ന് സ്ട്രോങ് ആയിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത്, അവിടെ നിങ്ങളുടെ വിജയം തുടങ്ങുന്നു എന്നുള്ളതാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അല്ലെ? ഈ വിജയിച്ച ആളുകളെല്ലാം തന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ്. വിജയിച്ച ആളുകൾ മുഴുവൻ സാധാരണക്കാരനായിരുന്നു എന്നുള്ളതാണ്.
അവരെല്ലാം നമ്മളെ പോലുള്ള വേദനകളും കഷ്ടപ്പാടുകളും യാതനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. സക്സസ് ആയവരുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അവര് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, വീണ്ടും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയവരാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ജീവചരിത്രത്തിൽ ലോകത്ത് മുഴുവൻ സക്സസ് ആയിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരു ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നോക്കിക്കോളൂ നിങ്ങൾ, എബ്രഹാം ലിങ്കൺ മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അല്ലെ. എല്ലാം ഉപേക്ഷിച്ചു പോയി അവസാനം റോഡ് സൈഡിൽ ഇരുന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ട്, വിറക് വെട്ടിക്കൊണ്ട്, വെള്ളം കോരി കൊടുത്തുകൊണ്ട് ഇല്ലേ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. എല്ലാം തകർന്നു പോയിരുന്നു അദ്ദേഹത്തിന്. ഭാര്യ ഉപേക്ഷിച്ച്, ഭാര്യ മരണപ്പെട്ടു പിന്നീട് ഇല്ലേ. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളിലും ജീവിതമില്ലെന്ന് അല്ലെ ചിന്തിച്ചപ്പോഴും അവിടെ നിന്ന് പോലും ആ സ്ട്രീറ്റ് ലൈറ്റിലൂടെ വായനകളിലെ വായിച്ച് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് മാറ്റാൻ വേണ്ടി സാധിച്ചപ്പോ ലോകത്തിലെ നമ്പർ 1 രാജ്യമായ അമേരിക്കയിലെ ഇല്ലേ നിരവധി ഇലക്ഷനിൽ 19ാമത്തെ ഇലക്ഷനിലാണ് അദ്ദേഹം ജയിക്കുന്നത്. പൊട്ടി പാളീസായപ്പോഴും മനസ്സിലായ തോറ്റ് പിന്മാറാതെ 18ാമത്തെ 19ാമത്തെ ഞാൻ മറന്നുപോയത് ആ ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചപ്പോ അമേരിക്ക അദ്ദേഹത്തെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് ലോക ചരിത്രത്തിലെ ഇത്രയും നല്ലൊരു പ്രസിഡന്റ് അബ്രഹാം ലിങ്കനെ പോലെ അന്നത്തെ അടിമത്ത സമ്പ്രദായമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അംഗീകരിച്ച അബ്രഹാം ലിങ്കന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. പരാജയത്തേക്ക് എല്ലാം തീർന്നു, അസ്തമിച്ചു എന്ന് പറഞ്ഞെടുക്കുന്നതാണ് പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുന്നത്. മൈൻഡ് പവർ ആണത്. അതാണ് ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം നിങ്ങൾക്ക്. എല്ലാം തകർന്നു, കടവും കടത്തിന്റെ ബാധ്യതയും കൂടായി ആളുകൾ കളിയാക്കലും പുച്ഛിക്കലുകളും ഇല്ലേ, വരുമാനമില്ലായ്മയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോഴും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള മനോഭാവം, ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ സക്സസിലെത്തിക്കും. ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഓരോ ആളുകളുടെ ചരിത്രം ഒത്തിരി പറയാനുണ്ട്. മോട്ടിവേഷൻ ആയി പോകും രാവിലെ തന്നെ. ഇത് ചരിത്രമാണ്, ഇത് മോട്ടിവേഷൻ അല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായ എത്ര ആളുകളിൽ നമുക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് നമ്മളെ എന്താ പറയാ നമ്മുടെ പ്രവർത്തനത്തിന് അത് ആവശ്യമായി മാറുന്നു, ഇന്ധനമായി മാറുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ IM വിജയനെ കുറിച്ച് അല്ലെ. തെരുവോരത്ത് പറന്ന കുട്ടിയാണത് ഇല്ലേ. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടിയിലാണ് ആ കുട്ടിയെ വളർത്തിയത് അമ്മ ഇല്ലേ. ഞാൻ പലപ്പോഴും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ആക്രി പെറുക്കിക്കൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ചെറിയ തുച്ഛമായ പൈസ കൊണ്ടാണ് ആ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സ്കൂളിലേക്ക് വിട്ടത്. കൃത്യസമയത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റാതിരുന്നപ്പോ ടീച്ചേഴ്സ് പറഞ്ഞു, നീ നാളെ മുതൽ ഭക്ഷണം കൊണ്ടുവരണ്ട എന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ. ആ കുട്ടി ഇന്ന് ഇല്ലേ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ഏറ്റവും വലിയ അവാർഡ് പത്മശ്രീ അവാർഡും അതുപോലെ തന്നെ കായിക താരങ്ങൾക്കുള്ള ഏറ്റവും വലിയ അർജുന അവാർഡും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ആ തെരുവോരത്ത് ജനിച്ച കുട്ടിക്ക് വേണമെങ്കിൽ ഒരു തെരുവ് തണ്ടിയായിട്ട് മാറാമായിരുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത്. മനസ്സിലായ ആറ്റിറ്റ്യൂഡ് അവിടെയാണ്. ഇല്ലേ പന്ത് കളി കാണാൻ പോയപ്പോ ഇല്ലേ എനിക്കും ഇതുപോലെ പന്ത് കളിക്കണം എന്നുള്ള ആ കുട്ടികളിൽ ജനിച്ച ആ മനോഭാവം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ആ കുട്ടിയുടെ വിജയത്തിന്റെ തുടക്കം. പിന്നീട് പേപ്പർ കഷ്ണങ്ങൾ വാരിക്കൂട്ടി കെട്ടി കയറുകൊണ്ട് കെട്ടിയിട്ട് നൂല് കൊണ്ട് കെട്ടിയിട്ട് അതുപയോഗിച്ച് പന്ത് കളിച്ച് ഗോൾ അല്ലെ അങ്ങനെയാണ് അദ്ദേഹം ഫുട്ബോൾ രംഗത്തേക്ക് വരുന്നത്. 18 വയസ്സാവാൻ കാത്തു നിന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തെ കേരള പോലീസിലേക്ക് എടുക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചടി കയറ്റമായിരുന്നു. ഇന്ന് വരെയും IM വിജയന്റെ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. 3 മിനിറ്റ് കൊണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇന്ത്യയും ഭൂട്ടാനുമായിട്ടുള്ള കളിയിൽ ആദ്യത്തെ 3 മിനിറ്റിൽ ഗോൾ അടിച്ച ലോകത്തിലെ ഏക വ്യക്തിയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയങ്കരനായ IM വിജയൻ സാർ. നമസ്കരിക്കാം നമുക്ക് അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇല്ലേ. അദ്ദേഹത്തിന് ആ ജീവിത സാഹചര്യത്തിൽ വേണമെങ്കിൽ ഗുണ്ടയായിട്ട് മാറാമായിരുന്നു ഇല്ലേ. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് അതിനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കണം. ഞാൻ വിജയിക്കുന്നുള്ള മനോഭാവത്തോടെ നിങ്ങൾക്ക് ഏത് കാര്യത്തെയും ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അവിടെ നിന്നെല്ലാം വിജയം നിങ്ങളെ തനിയെ തേടി വരും. വിജയിച്ചവരെല്ലാം ആദ്യം തന്നെ എന്താ ഇങ്ങനെ വെള്ളിത്താലത്ത് കൊണ്ടു കൊടുത്തു എന്നല്ല വിജയം. മനസ്സിലായില്ലേ. അല്ലെങ്കിൽ സ്വർണ്ണത്തലിയിൽ കൊണ്ടുവച്ചതൊന്നുമല്ല വിജയം എന്ന് പറയുന്നത്. വിജയം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നവർക്ക് നേടാനുള്ളതാണത്. പ്രവർത്തിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവരെ തേടി വരും വിജയം എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയം നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസം ഉണ്ടാകും. പരാജയത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ വിജയം നിങ്ങളെ തേടി വരും. വരാതിരിക്കാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. വരാതിരിക്കാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ നിയമമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ വടക്ക് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെക്കിൽ നിന്നായിരിക്കും ഗുണം കിട്ടുക. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ.
കർമ്മണ്യേ വാധികാരസ്യ ഇല്ലേ? കർമ്മം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫലം നിങ്ങളെ തേടി വരും. ആ കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് സങ്കുചിത ചിന്തയുണ്ടാകരുത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ ഇല്ലേ? അവരെല്ലാം ഉയർത്തപ്പെടട്ടെ, അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്നുള്ള ഒരു നല്ല ചിന്തയോട് കൂടിയിട്ട്, ശുഭചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു മുന്നോട്ട് പോവുക. അപ്പോഴും നിങ്ങളെ കല്ലെറിയാൻ ആളുകൾ ഉണ്ടാകും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതാരും മറക്കണ്ട. എത്ര നല്ല കാര്യം ചെയ്യുമ്പോഴും കല്ലെറിയാൻ ആളുകൾ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇല്ലേ, ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഒരു വടിയുമോന്തി അല്ലെ എന്തിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനായകനമായി മാറിയ ഇല്ലേ? സ്വാതന്ത്ര്യത്തിന്റെ ആവേശം ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ പറന്ന ഇല്ലേ, പകർത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലും വെടിവെച്ച് കൊന്ന നാടാണ് നമ്മുടേത് ഇല്ലേ? അറിയാം നമുക്ക് സത്യം എന്താണ്, സ്നേഹം എന്താണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച ഇല്ലേ, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെ പോലും ഇല്ലേ കുരിശിലേറ്റിയ ലോകമാണിത്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോ കല്ലേറുകൾ ഉണ്ടാവും, ഉച്ചിക്കൽ ഉണ്ടാവും, ചാട്ടവാറടി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള, ഒഴുക്കതിനെതിരെ നീന്താനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്, നോ ഡൗട്ട്. കൊണ്ട് നമ്മുടെ മനോഭാവത്തിൽ ചേഞ്ച് ഉണ്ടാക്കുക. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കാതെ പറ്റില്ല എന്നുള്ളതാണ്. വേറെ ഏത് ഇൻഡസ്ട്രിയിലുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇങ്ങനെ അല്ലെ? നമുക്ക് പണം കിട്ടണമെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്താൽ മതി അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്താൽ മതി, ഒരു കരിയർ ഏറ്റെടുത്താൽ മതി, നമുക്ക് പണം ഉണ്ടാക്കാം. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ നൂറ് കണക്കിന് കുടുംബങ്ങളിലേക്ക് ഇല്ലേ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഒരു ലീഡർക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പരിപാവനമായ ഒരു കർമ്മം തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ മനോഹാരിതയും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ദൈവപുത്രന്മാരാണ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ഇൻഡസ്ട്രിയിൽ വന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം ഹൃദയത്തോട് നെഞ്ചോടെ ഏറ്റെടുത്തവര് കൊണ്ട് ധൈര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് ലോകത്തുള്ള നമ്പർ 1 കമ്പനികളിൽ 5 വർഷം കൊണ്ട് 13ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എനിക്ക് ഉദിച്ചുയരുന്ന സൂര്യൻ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. നിരവധി രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട്, ആ ഒരു മനോഭാവത്തോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. അതോടൊപ്പം നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡും കൂടി വേണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആറ്റിറ്റ്യൂഡിനൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും കൂടി വേണം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് അവരെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഓരോരുത്തരുടെയും പ്രവൃത്തി ഇല്ലേ, ഓരോരുത്തരെയും ചെയ്യുമ്പോൾ അവരോടുള്ള നന്ദി നമ്മൾ പ്രകാശിപ്പിക്കണം. ഈ പ്രകൃതി ശക്തി മുതൽ ഇങ്ങോട്ട്, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ മുതൽ ഇങ്ങോട്ട്, നമ്മുടെ സുഹൃത്തുക്കൾ മുതൽ ഇങ്ങോട്ട്, നമ്മുടെ ബന്ധുക്കൾ മുതൽ ഇങ്ങോട്ട്, നമ്മുടെ ശത്രുക്കൾക്ക് വരെയും നന്ദി പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും കൂടി ചേർന്ന് വരുമ്പോ ഒരു സംശയവും വേണ്ട, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്രയും വേഗം എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ഈ സുപ്രഭാതത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോട് നിർത്തട്ടെ. ഈ പ്രോഗ്രാം സെന്ററിലേക്ക് നിർബന്ധമായിട്ട് നമ്മൾ വരണം എന്നുള്ളതാണ്. പ്രോഗ്രാമുകളാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് പല ലീഡേഴ്സും പ്രോഗ്രാം സെന്ററിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് കുറയും. ഒരു സംശയം വേണ്ട. ആ പ്രോഗ്രാം സെന്ററിൽ വരുമ്പോൾ നിങ്ങളെ കുതിച്ചുചാട്ടം വേറെ ലെവലിലായിരിക്കും. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒരു പ്രോഗ്രാമും ഏറ്റെടുക്കാതെ, അന്നത്തെ ദിവസം ഒരു വർക്കിനും പോകാതെ മെയിൻ പ്രോഗ്രാം സെന്ററുകളിലേക്ക് വരണം. ചിലടത്ത് കാശ് കൊടുക്കേണ്ടി വരും. കാശ് കൊടുക്കേണ്ടടുത്ത് കാശ് കൊടുക്കണം. ആ കാശ് കൊടുക്കാനാണ് നിങ്ങൾക്ക് കാശ് തരുന്നത് കമ്പനി. മനസ്സിലായ? ട്രെയിനിങ്ങിന് പൈസ മുടക്കേണ്ടി വരും. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ്. ഒരു 500, 600, 1000 രൂപ കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവരും പുറകോട്ട് മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു സംശയവും വേണ്ട. പണം മുടക്കേണ്ടടുത്ത് പണം മുടക്കുക തന്നെ വേണം. മനസ്സിലായി? അതിന് വലിയൊരു എമൗണ്ട് ഒന്നും നമ്മൾ മുടക്കുന്നില്ല ഈ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഒരു സംശയവും വേണ്ട. യു ആർ ദ അച്ചീവേഴ്സ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, യു ആർ ദ വിന്നേഴ്സ്. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇബേട്ടോ.